ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെ സംഭവങ്ങളാണ് മെയിൻലി നടന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീട്ടുകാരും അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസ് ടീമും ടാർഗറ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ സീനിൽ നടന്നത്. ഇന്നലെ നടന്ന സെയിം പാറ്റേൺ തന്നെ ഇന്നും നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നടന്നത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ രേണു സുധി ഒടുവിൽ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുകയാണ്. അത് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ക്ഷമ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആര്യനാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ നെവിനെ ലാലേട്ടനൊക്കെ വാർണിംഗ് കിട്ടിയേക്കുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, അപ്പൊ എപ്പിസോഡിൽ നടന്നത് ആദ്യം തന്നെ അനീഷിനെ പൊക്കുന്നു. ഷാനവാസിന്റെ ക്യാപ്റ്റൻസിയിലാണ് തുടങ്ങുന്ന സംഭവം. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ഒരു രണ്ടാമത്തെ ശബ്ദമായിട്ട് ആയിരുന്നു നമ്മുടെ അനീഷ് പ്രവർത്തിച്ചതെന്നുള്ള എല്ലാ ഹൗസ് മേറ്റ്സിന്റെ ലാലേട്ടനോട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, ആ മനുഷ്യന്റെ കഴിവല്ലേ. ഒരു ക്യാപ്റ്റൻ ഉണ്ടായിട്ട് പോലും ആ ക്യാപ്റ്റന്റെ ഇത് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് പുള്ളിക്കാരന്റെ കഴിവാണ്. പക്ഷെ ഇത് കഴിവല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ പറയുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. ഫുൾ ക്യാപ്റ്റൻസി പവർ ഷാനവാസിന് കൊടുക്കണം. ഷാനവാസിന് അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഷാനവാസ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചായിട്ട് പറയുന്നത്. അവർ ആക്ച്വലി ഷാനവാസ് അനീഷ് തമ്മിൽ ചെറിയൊരു നല്ലൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. നല്ലൊരു കണക്ഷൻ ഉണ്ട്. അത് പല വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിലേക്ക് വരുന്നത് ലാലേട്ടൻ നമ്മുടെ ഹൈജീൻ ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ കിച്ചണിൽ നടന്ന ഹൈജീൻ ഇഷ്യൂ. ബിന്നിയും അനീഷും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ബിന്നി പറയുന്നത് ബാത്റൂമിൽ യൂസ് ചെയ്ത ചൂലെടുത്ത് അനീഷ് അവിടെ തൂത്തു എന്നാണ്, കിച്ചണിൽ തൂത്തു എന്ന് പറഞ്ഞ് അവരുടെ അടി ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ആ വിഷയം ലാലേട്ടൻ ചോദിച്ചു. അപ്പൊ അനീഷ് പറയുന്നത് അവിടെ പെട്ടെന്ന് കുറെ ഉറുമ്പുണ്ടായിരുന്നു ലാലേട്ട. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ മറ്റേ ഇത് ഇരുന്നത് അത് ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആ ഉറുമ്പിനെ കോരി കളഞ്ഞതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആരും സ്വാഭാവികമായിട്ട് ഹൗസ് മേറ്റ്സും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ആക്ച്വലി അനീഷിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടാണ് ആ എൻറ്റയർ ഹൗസ് മേറ്റ്സ് കാണുന്നത്. അത് സത്യം പറഞ്ഞ രണ്ടാഴ്ചയായിട്ട് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒന്ന് തുമ്മിയ കഴിഞ്ഞാൽ തന്നെ ശരത്തിനത് പ്രശ്നമാണ്. തുമ്മിയ പ്രശ്നം, ചുമച്ച പ്രശ്നം, എല്ലാം പുള്ളിക്കാരന്റെ പ്രശ്നമാണ്. പിന്നെ ബാക്കിയുള്ള പുള്ളിക്കാരന്റെ ചിങ്കടിയായിട്ട് ബാക്കിൽ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്കും ഇത് ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും അതങ്ങനെ അനീഷ് പറയാൻ നോക്കി. അനീഷിന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ 100% ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അവസാനം വരെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ അനീഷിനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പുള്ളിക്കാരുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലാണ് വരുത്തി കഴിച്ചത്. അതായത് ചെയ്യുന്ന ഓരോ പ്രവൃത്തി, ഈവൻ സംസാരിക്കുന്ന ടോൺ പോലും ശരിയല്ല എന്നുള്ളതാണ് വരുത്തി തീർത്തതല്ല, വീഡിയോ ഉൾപ്പെടെ വെച്ച് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ ഉൾപ്പെടെ വെച്ച് ഇന്നലെ കാണിച്ചു കൊടുത്താണല്ലോ ആ പരിപാടിയൊക്കെ ഇന്നും നടന്നത്. അതായത് പുള്ളിയുടെ ട്രാക്ക് മാറ്റാനാണ് മാക്സിമം ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, അനീഷ് എങ്ങനെയായിരുന്നു ഈ രണ്ടാഴ്ച നിന്നത് അങ്ങനെ തന്നെ അനീഷ് പോകുന്നതായിരിക്കും അനീഷ് നല്ലത്. പക്ഷെ ഇന്ന് നടന്ന ഈ 2 ദിവസത്തിലും മൊത്തത്തിലൊരു സൈക്കോളജിക്കൽ ചേഞ്ചസ് ബിഗ് ബോസ് ടീം വരുത്താനായിട്ട് അനീഷിൽ നടത്തിയിട്ടുണ്ട്. അത് മിക്കവാറും അത് നാളെ മുതൽ നമുക്ക് അറിയാം എത്രത്തോളം അനീഷ് അത് മാറ്റും. ക്യാരക്ടർ മാറ്റി കഴിഞ്ഞാൽ എത്രത്തോളം അക്സെപ്റ്റ് ആവും, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ. ക്യാരക്ടർ മാറ്റി കഴിഞ്ഞാൽ എത്രത്തോളം അത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഈ 2 ആഴ്ച കൊണ്ട് അനീഷിന് ഭയങ്കര ജനബന്ധനം കിട്ടിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ ആ രീതിയിൽ നിന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സാധാരണക്കാരനായിട്ട് വരുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാതെ വന്നിട്ട് ഇത്രയും പ്രേക്ഷകരുടെ പിന്തുണ പെട്ടെന്ന് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി കാര്യമൊന്നുമല്ല, ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗെയിമൊക്കെ ചെയ്തേ പറ്റൂ. അത് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. എനിവേസ്, അതായിരുന്നു അനീഷിന്റെ ആയിരുന്നു ഇന്നും ലാലേട്ടന്റെ ആക്രമണം. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബർ രേണു സുധിയുടെ സെപ്റ്റിക് ടാങ്ക് വിഷയമായിരുന്നു. അറിയാലോ, കഴിഞ്ഞ ആഴ്ച ഒരു ടാസ്കിനിടയിൽ, ഓമന പേരിട്ട് വിളിക്കേണ്ട ടാസ്കിനിടയിൽ രേണു സുധിയെ നമ്മുടെ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത്. അത് ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ ലാലേട്ടൻ അത് എടുത്തു. അക്ബറിന്റെ തെറ്റ് അന്നു മുതൽ തന്നെ മനസ്സിലായിരുന്നു. അക്ബർ അന്നു മുതൽ തന്നെ സോറി പറയുന്നുണ്ടായിരുന്നു രേണു സുധിയോട്. പക്ഷെ രേണു സുധി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് അക്ബറിനോട് പറഞ്ഞു, അതായത് ഈ ആഴ്ച പുള്ളിക്കാരിയുടെ പുറകെ നടന്ന് പ്ലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അക്ബറിനോട് ക്ഷമിച്ചു എന്നുള്ളതായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ എൻറ്റയർ വീക്ക്
നമ്മുടെ അക്ബർ ഫുള്ള് രേണുസുതിയുടെ പുറകെ നടന്ന് കാല് പിടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും പുള്ളിക്കാരൻ പഠിച്ച പണി 18 നോക്കാന്ന് അറിയത്തില്ല. ലൈവിലൊക്കെ കണ്ടവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും കേട്ടോ. പക്ഷെ അതിന്റെ വീഡിയോ എന്നിട്ട് ലാലേട്ടൻ എടുത്തിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പാട്ട് പാടി പുറകെ കിടക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി മറ്റേ ലവ് ഷേപ്പിലുള്ള ചപ്പാത്തി കൊടുക്കുന്നത്, ഇതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രേണുസുതി അപ്പോഴൊന്നും ഒരു കാരണവശാലും ആ നിമിഷം വരെ, അതായത് ലാലേട്ടന് മുമ്പിൽ നിൽക്കുന്ന ആ നിമിഷം വരെ ഒരു കാരണവശാലും ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അവസാനം ലാലേട്ടൻ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു, ഇനിയെങ്കിലും ക്ഷമിക്കണ്ടേ, കാരണം പുള്ളിക്കാരൻ ഇത്രയും പുറകെ നടത്തി. അതിനിടയിൽ നമ്മുടെ അക്ബർ മെനഞ്ഞാന്നൊരു നോമിനേഷൻ എന്തോ ഒരു ടാസ്ക് വന്നായിരുന്നല്ലോ. ആ ടാസ്കില് അക്ബർ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത്. അതായത് എന്റെ തല വെട്ടി ഇവിടെ മേശപ്പുറത്ത് വെക്കേണ്ടി വന്നാലും ഞാൻ രേണുസുതിയെ നോമിനേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഭയങ്കര ഇതായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തായിരുന്നു ആക്ച്വലി. എന്തായാലും അവസാനം രേണുസുതി അപ്പോഴും പുള്ളിക്കാരിയുടെ മൈൻഡ് മാപ്പ് കൊടുക്കണമെന്നുള്ളതല്ല, കാരണം പുള്ളിക്കാരി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ശാരിക ശ്രമിച്ചിട്ടുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് മാറ്റേഴ്സിൽ നമ്മൾ പെട്ടെന്ന് ഒരു വെളിയിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ. അപ്പം അതായത് രേണുസുതിയോട് നമ്മുടെ ശാരിക പറഞ്ഞു, ഞാനാണെങ്കിൽ ഇതിന്റെ സ്ഥാനത്തെങ്കിൽ ഒരു കാരണവശാലും ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ശാരിക ഇൻഫ്ലുവൻസ്, അത് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയാവോ? ക്ഷമിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. സത്യമല്ലേ? വളരെ അബ്സല്യൂട്ട്ലി നമ്മൾ ഇന്നത്തെ കാലത്തല്ലേ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് എങ്ങനെ പറയണ്ട, അത് ആർക്കും പെട്ടെന്നൊന്നും പറ്റുന്ന കാര്യമല്ല. അതൊന്നും ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇത്രയും പുറകെ കിടന്ന് സോറിയൊക്കെ പറയുന്ന ഒരു മനുഷ്യനോട് പിന്നീട് വീണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം കഴിഞ്ഞ ആഴ്ച മൊത്തം നമുക്ക് മനസ്സിലാവും രേണുസുതിക്ക് എത്രത്തോളം അത് ബാഡായിട്ട് ഫീൽ ചെയ്തത്. അത് രേണുസുതി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലാലേട്ട ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും ഒരുപാട് പേരും ഒരുപാട് നാണക്കേടും ഒക്കെ കേട്ടിട്ടാണ് വന്നത് ലാലേട്ട. അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കേൾക്കുമ്പം അതിനേക്കാൾ അതും അക്ബറുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അത് സത്യമായിരുന്നു കേട്ടോ. ഫസ്റ്റ് വീക്കല്ലേ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം അത് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് സത്യമാണ്, അക്ബറിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ഒരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഫീൽ ആയതാണ് ലാലേട്ട. എന്നിട്ട് അവസാനം ലാലേട്ട ഇങ്ങനെ പറഞ്ഞില്ല, ക്ഷമിക്കലിന്റെ ആ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞു ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അക്ബറിനോട് ക്ഷമിക്കുകയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല ലാലേട്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇങ്ങനെ ഈ വിഷയം ഇനി മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. അതിനുശേഷം നമ്മുടെ അക്ബറും പറഞ്ഞത് ഇനി ആരോടും ഈ ഒരു കാരണവശാലും ഈ തരത്തിലുള്ള ഡയലോഗുകളൊന്നും പറയത്തില്ല എന്ന് അക്ബർ പറയുകയും ചെയ്തു. അതെന്തായാലും നല്ലൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ വിഷയമായ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഇത്തവണ എലിമിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഡ്രാമ കാണിച്ച് അവസാനം നോ എലിമിനേഷൻ ഒന്ന് കാണിച്ചു വിടുകയായിരുന്നു. എല്ലാവരും ഒന്ന് പേടിപ്പിച്ച് വിട്ടതാണ്, അല്ലാതെ എലിമിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ആര്യനും അഭിഷേകും അതോടൊപ്പം തന്നെ ജിസയിലും നടന്ന മറ്റേ സൈക്കിളോട്ടുള്ള ടാസ്ക് ആയിരുന്നു. അതിൽ ജയിക്കുന്നവർക്കായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് അറിയാം, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതിൽ ജയിക്കുന്നവരാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്യാൻ മിടുക്കൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യനാണ്. ആര്യന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആര്യൻ മികച്ച ഒരു ഗെയിമറല്ല, ആര്യൻ ടാസ്കുകളൊക്കെ കളിക്കാനായിട്ട് നല്ലൊരു മികച്ച പ്ലെയറാണ്. ഓക്കെ, ആര്യൻ ഒരു മെച്യൂരിറ്റി കുറവ് എവിടെയോ ആര്യനുണ്ട്. എങ്ങനെയൊക്കെ പറയണം എന്നുള്ള ഒരു പ്രശ്നം ആര്യനുണ്ട്. ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു സംസാര രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആര്യൻ അതൊക്കെ മാറ്റി വരികയാണെങ്കിൽ ആര്യന് നല്ലൊരു ഗെയിമറായിട്ട് ബിഗ് ബോസിന്റെ കയറി വരാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ഈ ആഴ്ച എന്തായാലും ആര്യന്റെ ലെവൽ നമുക്ക് ഈ ആഴ്ച കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ക്യാപ്റ്റൻസി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സോ അതാണ് ആര്യന്റെ കേസ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രത്യേകിച്ച് വലിയ നമ്മുടെ നെവിന്റെ കള്ളത്തരങ്ങളായിരുന്നു. പ്രശ്നം അറിയാലോ, ടൊമാറ്റോ അടിച്ച് മോഷ്ടിച്ച് കഴിക്കുക, പൊട്ടറ്റോ അടിച്ചിട്ട് മോഷ്ടിച്ചിട്ട് കൊണ്ടുവന്ന് ഫ്രൈ ഉണ്ടാക്കി കഴിക്കുക, അവിടെ മൊത്തം മോഷണം അഴിച്ചു വിടുമായിരുന്നു. സംഭവം ഈ മോഷണം അഴിച്ചു വിട്ടെന്നറിയാം, നെവിന്റെ മനസ്സിലൊരു കാര്യം കയറി പറ്റി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും, അതൊരു പോസിറ്റീവ് ഇതായിട്ട് പോകും. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ അതിനെ പോസിറ്റീവായിട്ടാണല്ലോ കണ്ടത്. അതിൽ പറ്റിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാർ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ പുറത്ത് കുറച്ചും കൂടെ മാറണം. അതൊക്കെ ഒരാഴ്ച ഓക്കെയാണ്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യും. അപ്പം അതിൽ നിന്നൊക്കെ മാറി നെവിനൊക്കെ കുറച്ചും കൂടി ഒന്ന് അഗ്രസീവായി, കുറച്ചും കൂടി ഗെയിമിനെ കുറച്ച് സീരിയസ് ആയിട്ട്, പുള്ളി ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ്, പക്ഷെ കുറച്ച് സീരിയസ്നെസ് ബിഗ് ബോസ് ഷോയ്ക്ക് കാണിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചും കൂടി ഗെയിമിലേക്കൊക്കെ വരണം എന്ന് എനിക്ക് തോന്നാറുണ്ട് നെവിന്റെ കാര്യത്തിൽ. നെവിനും ഇതാണ് കളിക്കാൻ പറ്റുന്ന ഒരാളാണ്. സോ നെവിനും അങ്ങനെ വരട്ടെ. ഇത്തവണ എന്തായാലും ലാലേട്ടന്റെ ഭാഗ ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പ്രത്യേകിച്ച് പുള്ളിക്കാരനെ കാണിക്കാനൊന്നുമില്ല, ആക്സൊന്നും കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഗെയിമിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് വരികയും മറ്റുള്ളവരോടൊക്കെ നന്നായിട്ട് സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കും പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അത്ര ഭയങ്കര ഗംഭീര എപ്പിസോഡായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. കുറേ കൂടിയൊക്കെ ലാലേട്ടന്റെ എപ്പിസോഡ് അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ കൂടിയൊക്കെ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യും.
മനസ്സിലായില്ലേ? ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയർന്നിട്ടില്ല ഇന്നത്തെ എപ്പിസോഡ്. കുറെ കൂടെ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ച് അങ്ങനെയൊക്കെ വേണമായിരുന്നു ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ടുപോകാൻ. ഇത് സാധാരണ നോർമൽ എപ്പിസോഡ് ഇതിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അത്രയ്ക്ക് ലാലേട്ടന്റെ ലുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ ഉപകാരപ്പെട്ടുള്ളൂ. ലാലേട്ടൻ പൊളി ലുക്കായിരുന്നു. എനിവേസ് ഇതൊക്കെയായിരുന്നു ഇന്ന് സംഭവം നടന്നത്. നാളെ അറിയാലോ തിങ്കളാഴ്ചയാണ്. സോ തിങ്കളാഴ്ച എന്തായാലും ഓബ്വിയസ്ലി നോമിനേഷൻ ഉണ്ടായിരിക്കും. ആരൊക്കെയാണ് നോമിനേഷനിലേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ അറിയാം. സോ ലൈവ് അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ ഫുൾ എപ്പിസോഡിന്റെ വീഡിയോസിന്റെ റിവ്യൂ ഒക്കെ ആയിട്ട് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം. ബൈ.